എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ വീടിൻ്റെ പുറത്താണ് ഷൂട്ടിംഗ് നടക്കുന്നത്. എല്ലാവർക്കും കാണാമല്ലോ സീനറിയൊക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റിച്ചിങ് ബന്ധപ്പെട്ട ഒരു കാര്യമല്ല ഇന്ന് വീഡിയോയിൽ കാണിക്കാൻ പോണേ. ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു കുട്ടി ഗാർഡൻ ഉണ്ടാക്കാം, ഒരു മിനിയേച്ചർ ഗാർഡൻ ഉണ്ടാക്കാം. ഈ മഴക്കാലത്ത് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് മതിലയിലൊക്കെ പായലുണ്ടാവുമല്ലോ. അപ്പോൾ ആ പായൽ വെച്ച് എങ്ങനെ ഒരു കുട്ടി ഗാർഡൻ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഓർവിക്കൻ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് സ്വീഡനിൽ. അവിടെ ഒരു മോസ് ഗാർഡൻ ഉണ്ട്. അവിടെ മോസ് ഗാർഡനിൽ കുറേ മോസും കുറച്ച് പ്ലാന്റ്സും ഒരു കുട്ടി വീടൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ആ ഒരു പ്ലേസിനെ നമുക്ക് ഒന്ന് റീക്രിയേറ്റ് ചെയ്യാനാണ് ഞാനിന്ന് ശ്രമിക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ട് നമുക്ക് വരുന്നത് എന്തൊക്കെയാണ് പറഞ്ഞ മോസ് വേണം, പായൽ വേണം, ഒരു കുട്ടി വീട് വേണം, പിന്നെ ഒരു പ്ലാന്റും വേണം, ചെറിയ പ്ലാന്റും. ഇതെല്ലാം കൂടെ ഒരു മീൻചട്ടിയിലാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അമ്മയുടെ കയ്യിൽ നിന്ന് ചോദിച്ചിട്ട് ഒരു മീൻചട്ടി കിട്ടിയിട്ടുണ്ട്. അതിലാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോണത്. ഞാനും ആദ്യമായിട്ടാണ് മിനിയേച്ചർ ഗാർഡൻ ചെയ്യാൻ പോണത്. അപ്പം നമുക്കൊന്ന് ചെയ്ത് നോക്കാം എങ്ങനെ വരുമെന്ന് കാണാം. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ പായൽ ഇത് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കുഞ്ഞ് പ്ലാന്റ്, ഒരു ഇലച്ചെടി നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നട്ടിട്ടുണ്ടെങ്കിൽ വേര് വരുന്നതാണ്. പിന്നെ ഒരു കുട്ടി വീട് നമ്മൾ ഈർക്കിളിയും ഗ്ലൂഗണ്ണും വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഒരു കുട്ടി വീട്. പിന്നെ നമ്മുടെ മീൻചട്ടി. നമുക്കിപ്പോൾ ഈ മീൻചട്ടിയിലോട്ട് ഇനി നമുക്ക് മണ്ണ് നിറയ്ക്കാം. മണ്ണ് നമ്മൾ സാധാ ചെടിയൊക്കെ നടുന്ന ഗാർഡൻ സോയിലാണ് യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് നമുക്ക് ചട്ടിയിൽ മണ്ണ് നിറയ്ക്കാൻ പോകാം. ഇപ്പം താഴത്തെ പോർഷനിലൊക്കെ ഇങ്ങനെ മണ്ണിൻ്റെ കൂടെ കല്ല് വന്നാലും കുഴപ്പമൊന്നുമില്ല. മേളിലോട്ട് വരുമ്പം ഈ വലിയ കഷ്ണം കല്ലൊന്നും വരാൻ പാടില്ല. എന്ന് വെച്ചാൽ നമുക്ക് ലെവൽ ചെയ്തിട്ട് വേണ്ടേ നമുക്ക് മോസ് പിടിപ്പിക്കാൻ. അതുകൊണ്ട് താഴെ കല്ല് വന്നാലും കുഴപ്പമില്ല. ഇപ്പം നമ്മൾ ഓൾമോസ്റ്റ് ലാൻഡ്സ്കേപ്പ് ചെയ്ത് കഴിഞ്ഞു, മണ്ണിട്ട് വെച്ച് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ അകത്തുള്ള കല്ലും ഈ മണ്ണിൻ്റെ അടിയിൽ വരുന്ന ഇതുപോലത്തെ വേര്, മറ്റു ചെടികളുടെ വേരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറക്കിക്കളയുക, എന്നിട്ട് ക്ലീൻ ആക്കി വെക്കുക. അപ്പോൾ നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരിക്കുന്ന മോസസ് നമുക്കിവിടെ ഓരോന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാം. അപ്പോൾ മോസസ് എടുക്കുമ്പോൾ സൂക്ഷിക്കണം, ഇങ്ങനെ പൊട്ടി പോകും. ഭയങ്കര കെയർഫുള്ളായിട്ട് വേണം ചെയ്യാനായിട്ട്. ഇപ്പോൾ നമ്മൾ മോസ് വെച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ കുട്ടി വീടൊന്ന് ഫിറ്റ് ചെയ്യണം. കുട്ടി വീട് ഫിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കണ്ടിച്ചു വെച്ചേക്കുന്ന പ്ലാന്റ് നടണം. അതിനുശേഷം വേണം നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന നമ്മുടെ മണൽത്തരി കുട്ടി വീടിനോട്ടുള്ള വഴിയൊന്ന് ഡെക്കറേറ്റ്, മണൽത്തരി വെച്ചിട്ട് വേണം നമ്മുടെ കുട്ടി വീടിനോട്ടുള്ള വഴിയൊന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട്.
അപ്പം നമ്മുടെ മിനിയേച്ചർ ഗാർഡൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ആ പായലും ഈ കുഞ്ഞു വീടും ചെടിയൊക്കെ ആയപ്പോൾ മൊത്തത്തിൽ നല്ലൊരു ഭംഗിയാണ്. ഭംഗിയായിട്ടുണ്ട്. ഇതിൻ്റെ കളറും ഈ ഫുൾ പച്ചപ്പുമായി ചെടിയൊക്കെ ആയിട്ട് നല്ല രസമുണ്ട്. പിന്നെ ഈ പാത്വേയിൽ ഞാൻ ചരലാണ് ഇട്ടേക്കുന്നത്. അതിന് പകരമായിട്ട് മുട്ടത്തൊണ്ട് ഇട്ടാലും നല്ല ഭംഗിയായിരിക്കും. മുട്ടത്തൊണ്ട് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ചാലും നല്ല ഭംഗിയായിരിക്കും. മുട്ടത്തൊണ്ടിന് പകരം ഞാനിവിടെ ചരലായിട്ടേക്കുന്നത്. അപ്പോൾ എല്ലാം കൊണ്ട് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ സ്വീഡനത്തെ മോസ് ഗാർഡൻ നമ്മൾ മീൻ ചട്ടിയിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ മീൻ ചട്ടി ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ കുഞ്ഞ് ചട്ടികളിലും വെച്ചാൽ ഉള്ളിലൊക്കെ വെക്കുക. ഇച്ചിരി വലിപ്പം കൂടിയതായി ഉണ്ടാക്കിയേക്കുന്നത് ഞാൻ. കുഞ്ഞിത് വേണമെങ്കിൽ കുഞ്ഞിതാക്കണം. അതനുസരിച്ച് വീടിൻ്റെ വലിപ്പവും തീരെ കുഞ്ഞിതാക്കണം, ചെടിയുടെ വലിപ്പവും കുഞ്ഞിതാക്കണം, അല്ലെങ്കിൽ ഭംഗി ഉണ്ടാകത്തില്ല. പിന്നെ ഈ മോസ് ഉണങ്ങി പോകത്തില്ല. എല്ലാ ദിവസവും ഡെയിലി സ്പ്രേ ചെയ്യുവാണെങ്കിൽ അതിന് ഉണക്കമൊന്നും ഈ പച്ചപ്പ് അതുപോലെ തന്നെ ഉണ്ടാകും. ഡെയിലി സ്പ്രേ ചെയ്താൽ മതി. വേറെ ഇപ്പോൾ ഇങ്ങനെ തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാം. വീടിൻ്റെ ഉള്ളിൽ ഒരു ഷോപ്പ് പീസായിട്ട് നമുക്ക് വെക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.